ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് കേട്ടിട്ടില്ലേ? ശരിക്കും അതുപോലെ ഒരെണ്ണമാണ് ഈ ചെറ്റ എന്ന് തന്നെ പറയേണ്ടി വരും. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടു. എത്രയോ വൃത്തികെട്ട കാര്യങ്ങൾ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുവാനുള്ള ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് തോന്നിപ്പോവും ഈ മനുഷ്യന്റെ ഓരോ വാക്കുകളും കേട്ടാൽ. വെള്ളരി പ്രാവ് നന്മ മരം, എന്നാൽ അവൻ നന്മ മരമല്ല, നന്മ വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ട്, പണ്ട് നമ്മുടെ തുവൂർ കിണറ്റിൽ നമ്മുടെ വാര്യം കൊണ്ടൻ കൊണ്ടേയിട്ടില്ലേ, അതുപോലെ കൊണ്ടയിടണം എന്ന് തോന്നുക. കാരണം അത്രയ്ക്കുണ്ട് ഈ ജിഹാദി പ്രേമം നമ്മുടെ. ഒരുപക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പരസ്പരം വൈരാഗ്യം തോന്നുകയും ഇവരൊക്കെയും ഇത്രയും ചീപ്പായിരുന്നോ എന്ന രീതിയിൽ കാര്യങ്ങൾ ചിന്തിച്ച് പോവുകയും ചെയ്യും. ഒരുപക്ഷെ ഈ രണ്ട് ഫാമിലി തമ്മിലുള്ള ചെറിയൊരു ഇഷ്യൂ ഇത് ഇത്രത്തോളം വലുതാക്കിയതും ഒരുപക്ഷെ ഇനിയും ഇത് ഒരുപാട് വലുതാക്കാൻ ശ്രമിക്കുന്നതും ഇതുപോലുള്ള വർഗീയമായി ചിന്തിക്കുന്ന ആളുകളെ തമ്മിൽ തല്ലിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നാറികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇങ്ങനെയുള്ള പൊട്ടന്മാരെ നിലക്ക് നിർത്താൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇവനെ പോലെ തന്നെ മൈൻഡ് സെറ്റുള്ള ആളുകൾ വേറെയും ഉണ്ടാവും. അത് എല്ലാ മതത്തിലും ഉണ്ടാവും. അവരൊക്കെയും തന്നെ ഇവർക്ക് അടിയിൽ വന്ന് ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള കമൻസുകളൊക്കെ ചെയ്യുമ്പോൾ ഇവനെ പോലുള്ള നായകൾക്ക് തീർച്ചയായിട്ടും അതൊരു അലങ്കാരമായി തോന്നുകയും ഞാൻ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ ഇവർ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇവരൊക്കെയും പലപ്പോഴും ചെയ്യുന്നത് ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ നായ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ആളുകളെ തമ്മിൽ തല്ലിക്കുക എന്നത് മാത്രമാണ്. കാരണം ഒരു ഹിന്ദു മതവിശ്വാസിക്കും ഒരിക്കലും തന്നെ മുസ്ലിമിനെ കുറ്റം പറയാൻ മറ്റുള്ള മതസ്ഥരെ കുറ്റപ്പെടുത്തുവാനോ ഇകഴ്ത്തി കാണിക്കാനോ സാധിക്കുകയില്ല. കാരണം ഒരു മനുഷ്യൻ നല്ലത് ചെയ്താൽ അത് അംഗീകരിക്കുക തന്നെയാണ് ഓരോ മനുഷ്യരും ചെയ്തിരിക്കുന്നത്. ഓരോ മതത്തിലും നന്മയെ അംഗീകരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇവനെ പോലുള്ള നായകളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ പരസ്പരം തല്ലിക്കുക, തമ്മിൽ തല്ലിക്കുക, അതിൻ്റെ പേരിൽ റീച്ച് കൂട്ടുക, അതിൻ്റെ പേരിൽ പൈസ വാങ്ങി ജീവിക്കുക എന്നത് മാത്രമാണ് ഇവനെ പോലുള്ളവരൊക്കെയും തന്നെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവൻ്റെ വാക്കുകൾ കേട്ട് ഏതൊരു മുസ്ലിമായാലും ഏതൊരു ഹിന്ദുവായാലും ഏതൊരു ക്രിസ്ത്യാനിയായാലും ഇങ്ങനെയുള്ള പൊട്ടന്മാരുടെ വാക്കുകൾ കേട്ട് എടുത്തു ചാടി ഈ പൊട്ടൻ പറയുന്നത് ശരിയാണല്ലോ എന്ന രീതിയിൽ പരസ്പരം വൈരാഗ്യം വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവനും ഇവനെ പോലെ തന്നെ ആളുകൾ വെറുക്കുന്ന ഒരു കൂട്ടമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവൻ്റെ അതേ വിഷം തന്നെ ആയിരിക്കും ഇവൻ്റെ മക്കൾക്കും ഉണ്ടാവാൻ പോകുന്നത്. ഒരുപക്ഷെ അവരും അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. അവർക്കൊന്നും തന്നെ മനുഷ്യത്വത്തിൻ്റെ വില അറിയാൻ സാധിക്കുകയില്ല. അവർ മതം നോക്കി ജാതി നോക്കി മനുഷ്യനെ വേർതിരിക്കും. ഇവൻ മുസ്ലിം, ഇവൻ ഹിന്ദു, ഇവൻ ക്രിസ്ത്യൻ എന്ന രീതിയിൽ, ഇവൻ നായർ, ഇവൻ ബ്രാഹ്മൺ എന്ന രീതിയിൽ ഇങ്ങനെ ആളുകളെ തമ്മിൽ തല്ലിക്കാൻ മാത്രമാണ് ഇവനെ പോലുള്ള ചറ്റകളെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇവനെ പോലുള്ളവരെ കഴിയും വിധം ഒഴിവാക്കുക മാത്രമാണ് എല്ലാവരും ചെയ്യേണ്ടത്. അത് ഇനി മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അതേപോലെ തന്നെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെയാണ് നമുക്കേവർക്കുമുള്ള ഒരേ ഒരു വഴി. ഇല്ലെങ്കിൽ നാളെ കേരളം എന്നത് കലാപഭൂമിയാക്കാൻ ഇവരെ പോലുള്ള ചെറ്റകളെ കൊണ്ട് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇപ്പോഴത്തെ കേരളം എന്നത് എത്രമാത്രം സുന്ദരമാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പെരുന്നാളിന് ആഘോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും തന്നെ അവിടെ പോവും. അതേപോലെ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും നമ്മൾ പരസ്പരം അങ്ങുമിങ്ങും പോവുകയും ഒരുപാട് ഐക്യത്തോടെ കഴിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെയും തന്നെ ഇവനെ പോലുള്ള ചാവാലി പട്ടികൾക്ക് പിടിക്കുന്നില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവനെ പോലുള്ളവർ എപ്പോഴും ആളുകളെ വർഗീയവൽക്കരിക്കുക മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ മാത്രമേ ഇവനെ കഞ്ഞി വാങ്ങിക്കുവാനുള്ള വക യൂട്യൂബ് നൽകുകയുള്ളൂ. ഒരുപക്ഷെ അങ്ങനെ നൽകിയാൽ മാത്രമേ ആരോഗ്യമില്ലാത്ത ഈ നായക്ക് നേരത്തേക്കെങ്കിലും ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ പറ്റൂ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവൻ മറ്റുള്ളവരെ തമ്മിൽ തല്ലിക്കുവാൻ വേണ്ടി നടക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇവനെ ഒഴിവാക്കുക. ഇവനെ പോലുള്ള മന്ദബുദ്ധികളെ ജനങ്ങൾ മനസ്സിലാക്കി കല്ലെറിയുക മാത്രമാണ് ഈ സമയങ്ങളിലൊക്കെയും തന്നെ നമ്മളെല്ലാവരും തന്നെ ചെയ്യേണ്ടത്.